നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. വീണ്ടും ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കാൻ കർത്താവ് ഒരുക്കി തന്ന നല്ല സാവകാശങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 32-ാം അധ്യായം 29-ാം വാക്യം നമുക്ക് വായിക്കാം. മതി. അവിടെ വെച്ച് ദൈവം അവനെ അനുഗ്രഹിച്ചു. ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ, നമ്മൾ വായിക്കുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാകാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട്. അവിടെ വെച്ച് ദൈവം യാക്കോബിനെ, ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകതയാണോ എന്ന് എവിടെ വെച്ച് എന്ന് ചോദിച്ചാൽ, അവിടെ വെച്ച്. എവിടെ? യാബോക്ക് നദിയുടെ തീരത്ത് വെച്ച്. അങ്ങനെയാണെങ്കിൽ ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതയാണെങ്കിൽ, ആ സ്ഥലത്തിൻ്റെ എന്തെങ്കിലും ഒരു പ്രത്യേകതയാണെങ്കിൽ ആ സ്ഥലത്ത് ചെല്ലുന്നവരൊക്കെ എന്ത് ചെയ്യണം? യഹോവയാൽ അനുഗ്രഹിക്കപ്പെടണം. എന്നാൽ ഇവിടെ ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതയല്ല പ്രത്യുത എവിടെ വെച്ച് അനുഗ്രഹിച്ചു എന്നുള്ളതിൻ്റെ അതല്ല അതിൻ്റെ ഇമ്പോർട്ടൻ്റ്, എപ്പോൾ അനുഗ്രഹിച്ചു എന്നുള്ളതാണ്. സ്തോത്രം. കർത്താവ് യാക്കോബിനെ, ദൈവം എപ്പോഴാണ് യാക്കോബിനെ അനുഗ്രഹിച്ചത് എന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോവുകയാണ്. ഇന്ന് ഈ ഭാഗം തീരുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. തീർന്നില്ലെങ്കിൽ ഇതിൻ്റെ ബാക്കി ഞാൻ അടുത്ത ആഴ്ച നിങ്ങളോട് അറിയിക്കുന്നതായിരിക്കും. സ്തോത്രം. യാക്കോബിനെ കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. യാക്കോബും യേശാവും ട്വിൻസ് ആയിരുന്നു. ജനനത്തിങ്കൽ തന്നെ എന്ത് ചെയ്തു? യേശാവിൻ്റെ, തൻ്റെ ജ്യേഷ്ഠനായ യേശാവിൻ്റെ കുതികാൽ അല്ലെങ്കിൽ കാലില് പിടിച്ചാണ് അദ്ദേഹം എന്ത് ചെയ്തത്? പുറത്തേക്ക് വന്നതെന്ന് എന്ത് ചെയ്തു? ഒരു ഭാഗത്ത് പറയുന്നു. നമുക്കറിയാമല്ലോ, യാക്കോബ് യേശാവിൻ്റെ കുതികാൽ പിടിച്ചുകൊണ്ട്. നമുക്കത് വിശ്വസിക്കാൻ ഇച്ചിരി പ്രയാസമല്ലേ? ആ സമയത്ത് പിടിച്ചോണ്ടൊക്കെ വരിക എന്ന് പറഞ്ഞാൽ അതൊരു നമുക്ക് ചിന്തിക്കാൻ എന്താണ് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സ്തോത്രം. എങ്കിലും ദൈവവചനം അത് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ദൈവവചനം ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? കളവ് പറയത്തില്ല. അപ്പോൾ അതിനുള്ള സാധ്യത ഉണ്ട്. സ്തോത്രം. അതിനൊരു ഉദാഹരണം പുതിയ നിയമത്തിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? പരിശോധിക്കാം. സ്തോത്രം. 12 വർഷം രക്തസ്രാവമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നല്ലോ. സ്തോത്രം. ആ സ്ത്രീ യേശുവിനെ തൊട്ടപ്പോൾ അവൾ സൗഖ്യമായി, അല്ലേ? അപ്പോൾ യേശുവിനെ തൊട്ടപ്പോൾ യേശു നേരെ തിരിഞ്ഞ് ചോദിക്കുകയാണ്, ആരാണ് എന്നെ തൊട്ടത്? അപ്പോൾ ആ കാര്യം പെട്ടെന്ന് ശിഷ്യന്മാർ ഏറ്റെടുത്തു. കർത്താവ് എന്നാ ചോദ്യമായി ചോദിക്കുന്നത്, അല്ലേ? ഇത്രയും പുരുഷാരം തിക്കിത്തിരക്കിക്കൊണ്ട് നടക്കുമ്പോൾ നിന്നെ ആരാ തൊട്ടത്? എല്ലാവരും നിന്നെ തൊടുന്നില്ലേ? സ്തോത്രം. അപ്പൊ കർത്താവ് പറഞ്ഞു, അങ്ങനെയല്ല, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ എങ്കിൽ നിന്ന് അല്ലെങ്കിൽ കർത്താവിങ്കൽ നിന്ന് ശക്തി പുറപ്പെടുന്നതിന് വേണ്ടി ഒരു തൊടൽ എന്ത് ചെയ്തു? അവിടെ നടന്നു. സ്തോത്രം. അനേകന് തൊട്ടു, ശരിയാ, അനേകന് തൊട്ടു. എല്ലാവർക്കും വേണ്ടി എന്ത് ചെയ്തിട്ടില്ല? ശക്തി പുറപ്പെട്ടിട്ടില്ല. അങ്ങനെ തൊട്ടവർക്ക് വേണ്ടി പിന്നെ ശക്തി പുറപ്പെടുകയാണെങ്കിൽ അവിടെയുള്ള എല്ലാവർക്കും വേണ്ടി എന്ത് ചെയ്തേനെ? ശക്തി പുറപ്പെട്ടേനെ. സ്തോത്രം. ഞാൻ പറഞ്ഞു വരുന്ന അതല്ല, ചില കാര്യങ്ങൾ, ചില പ്രത്യേകതകൾ ദൈവവചനത്തില് ഉണ്ട്. ആ തൊടലിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ശക്തി പുറപ്പെട്ടത്. ഈ യാക്കോബ് കുതികാലിൽ പിടിച്ചു വന്നു എന്ന് പറയുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പിന്നീടുള്ള യാക്കോബിന്റെ ചരിത്രം നാം പരിശോധിക്കുകയാണെങ്കിൽ അതിനുള്ള സാധ്യത എപ്പോഴും കാണാം. പ്രൈസ് ദി ലോർഡ്. യാക്കോബ് എന്ത് ചെയ്തു? തന്റെ എപ്പോഴും ഒന്നാമനാകാൻ ഇച്ഛിച്ച ആളാ യാക്കോബ്. എപ്പോഴും ഒന്നാമനാകണം. സ്തോത്രം. യാക്കോബിനെ കുറിച്ച് ചില ചിന്തകൾ പറഞ്ഞ് എപ്പോഴാണ് യാക്കോബിനെ ദൈവം അനുഗ്രഹിച്ചത് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. എപ്പോഴും ഒന്നാമനാകണം എന്നുള്ള ചിന്ത. ആ ചിന്ത ഉള്ളത് കൊണ്ടാണല്ലോ ചേട്ടനെ കളിപ്പിച്ച് ജ്യേഷ്ഠാവകാശം എന്ത് ചെയ്തത്?
നേടിയത്. ജ്യേഷ്ഠനെ കളിപ്പിച്ചു എന്ന് പറയാൻ പറ്റുമോ എനിക്കറിയത്തില്ല. നേരിട്ട് പറഞ്ഞ് എന്ത് ചെയ്താണ്, വാങ്ങിയതാണ് അല്ലേ. ഒരു നേരത്തെ പായസം ഉണ്ടാക്കി, കളിപ്പിച്ചത് തന്നെ പറയാം. കാരണം എന്ന് ചോദിച്ചാൽ അനിയൻ എന്ത് ചെയ്ത പായസം ഉണ്ടാക്കി, ജ്യേഷ്ഠൻ വിശന്ന് വരുമ്പോൾ കുറച്ച് പായസം തരാമെന്ന് ചോദിച്ചപ്പോൾ അതിന് വിലയിട്ട ആളാര്? യാക്കോബ് അല്ലേ. കുറച്ച് പായസം തരാമോ എന്ന് ചോദിച്ചപ്പോൾ, വിശക്കുന്നതിന് ഭക്ഷണം ചോദിച്ചപ്പോൾ അതിന് വിലയിട്ടു. എന്ത്? ജ്യേഷ്ഠാവകാശം. ജ്യേഷ്ഠാവകാശത്തിന്റെ പ്രത്യേകത എന്താണെന്നല്ല, എല്ലാത്തിന്റെ ഇരട്ടി പങ്ക് ലഭിക്കും. സ്തോത്രം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എന്താണ്, രാജ്യത്വം, എല്ലാ അവകാശങ്ങളും ഉള്ളത് ജ്യേഷ്ഠനാണ്. ആ അവകാശങ്ങൾ എല്ലാം ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി എഴുതി കൊടുത്തു. ആർക്ക്? യാക്കോബിന്. അങ്ങനെ അപ്പോൾ യാക്കോബ്, ഞാൻ പറഞ്ഞു വരുന്നത് യാക്കോബിന്റെ നേച്ചറാ. അവന് പുറകെ നിൽക്കാൻ ഒരിക്കലും താല്പര്യമില്ല. അപ്പന്റെ അനുഗ്രഹം ജ്യേഷ്ഠന് ലഭിക്കുന്നതിന് മുമ്പ് നേടിയെടുത്ത ആളാണ്. സ്തോത്രം. അപ്പന്റെ അനുഗ്രഹം ജ്യേഷ്ഠന് മുമ്പ് നേടിയെടുത്ത ആളാണ്. ഇനി ഇതെല്ലാം കഴിഞ്ഞ് ഓടിപ്പോകുമ്പോൾ കർത്താവിനോട് അവൻ പറയുന്നുണ്ട്, കർത്താവേ, നീ എന്നെ കാത്തുപരിപാലിച്ച് ക്ഷേമത്തോടെ എന്നെ തിരിച്ച്, ഞാൻ പോകുന്നിടത്തെല്ലാം എന്നോട് കൂടെ ഇരുന്ന് എന്നെ പരിപാലിച്ച് രക്ഷിച്ച് എന്നെ തിരിച്ചിവിടെ കൊണ്ടുവരികയാണെങ്കിൽ ഞാൻ നിനക്ക് ഇവിടെ ഒരു ആലയം പണിത് നിന്നെ എന്ത് ചെയ്യും, യാഗപീഠം പണിത് നിന്നെ ആരാധിക്കുക. 5 ഡിമാൻഡ് കർത്താവിനോട് വെച്ചിട്ട് ആ 5ഉം കർത്താവ് ചെയ്യുകയാണെങ്കിൽ അവൻ പറഞ്ഞു 2 ഞാൻ ചെയ്യാന്ന്. സ്തോത്രം. യാക്കോബ് പറഞ്ഞ കാര്യാ, കർത്താവ് നീ എന്നെ പരിപാലിക്കണം, കാത്തു സൂക്ഷിക്കണം, എന്റെ വഴികളിലെല്ലാം കൂടെ ഇരിക്കണം, എന്നെ തിരിച്ചെന്ത് ചെയ്യണം, കൊണ്ടുവരണം, തിരിച്ചെന്റെ അപ്പന്റെ ഭവനത്തിൽ എന്ത് ചെയ്യണം, എന്നെ എത്തിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, നിനക്ക് യാഗപീഠം പണിത് നിന്നെ ആരാധിക്കും. അപ്പൊ ലാഭമില്ലാത്ത ഒരു പരിപാടിക്ക് നിൽക്കുന്ന ആളല്ല ആര്? ഈ യാക്കോബ്. സ്തോത്രം. ഈ യാക്കോബിനെ ദൈവം അനുഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. സ്തോത്രം. യാക്കോബിന് എന്തെങ്കിലും അനുഗ്രഹത്തിന്റെ കുറവുണ്ടോ? യാക്കോബിന് എന്തെങ്കിലും അനുഗ്രഹത്തിന്റെ കുറവുണ്ടോ? ജ്യേഷ്ഠാവകാശം ലഭിച്ച വ്യക്തിയല്ലേ? അതെ അല്ലെ. അപ്പൻ ജ്യേഷ്ഠന് കൊടുക്കുന്ന അനുഗ്രഹം എന്ത് ചെയ്തു? നേടിയെടുത്ത വ്യക്തിയാണ്. അപ്പന്റെ അനുഗ്രഹമുണ്ട്, ജ്യേഷ്ഠാവകാശം ലഭിച്ചിട്ടുണ്ട്. അവൻ എന്ത് ചെയ്തു? അമ്മായപ്പന്റെ ഭവനത്തിലാണ് പോയി വളർത്തത്. അമ്മായപ്പന്റെ അനുഗ്രഹം എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹത്തിനുണ്ട് അല്ലേ. പിന്നെ എല്ലാം ബഹുവചനത്തിലാണ്, പ്ലൂറലിലാണ് അവനോട് പറഞ്ഞേക്കുന്നത്. അനേക ഭാര്യമാർ, ദാസി ദാസന്മാർ, ഒന്നല്ല അല്ലേ. പിന്നെ മൃഗസമ്പത്ത്, ആടുമാടുകൾ, അനേക കുഞ്ഞുങ്ങൾ, എല്ലാം ഇരട്ടിയായിട്ട് എന്ന് പറഞ്ഞാല് നമ്മളെല്ലാം നിലയ്ക്കുന്നതിന്, നമ്മളെല്ലാം ചിന്തിക്കുന്നതിന് അപ്പുറമായിട്ട് എല്ലാം ഉണ്ടായിരുന്ന വ്യക്തിയാ ആര്? യാക്കോബ്. സ്തോത്രം. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നുണ്ടോ? അനുഗ്രഹത്തിന് ഒരു കുറവില്ല നമ്മുടെ ചിന്തയിലനുസരിച്ച് അല്ലേ. നമ്മുടെ ചിന്ത അനുസരിച്ച് യാക്കോബിന്റെ അനുഗ്രഹത്തിന് ഒരു കുറവില്ല. എല്ലാ അനുഗ്രഹങ്ങളും ഉള്ള വ്യക്തിയായിരുന്നു ആര്? യാക്കോബ്. സ്തോത്രം. ഇവിടെ പറയുന്ന അതാണല്ലോ, എനിക്ക് എല്ലാം ഉണ്ട്, എല്ലാം യാക്കോബിന് ഉണ്ട്. എന്നാല് യാക്കോബ് പറയാണ്, ഇനി യാക്കോബിന്റെ വാചകത്തിൽ തന്നെ, കർത്താവേ, ഞാനൊരു വടിയോടുകൂടെയാണ് എന്ത് ചെയ്തത്? ഈ യോർദാൻ കടന്നു പോയത് അല്ലെ. അങ്ങനെയല്ലേ യാക്കോബ് പറഞ്ഞത്? ഞാനൊരു വടിയോടുകൂടെ ഈ യോർദാൻ കടന്നു പോയി, നീ ഇപ്പോ എന്നെ 2 കൂട്ടം ആക്കിയിരിക്കുന്നു. സകല വിശ്വസ്തതയ്ക്കും ഞാൻ ആ പാത്രമത്രേ, ഒരു വടിയോടുകൂടെ മാത്രമല്ലോ ഞാൻ ഈ യോർദാൻ കടന്നത്, ഇപ്പോഴോ ഞാൻ 2 കൂട്ടമായി തീർന്നിരിക്കുന്നു. ഇപ്പോഴോ ഞാൻ 2 കൂട്ടം. അപ്പൊ യാക്കോബ് തന്നെ പറയാണ്, ഇപ്പൊ ഞാൻ ആരായി? ഞാനൊരു കേവലം ഒരു വടിയോടുകൂടി മാത്രം യോർദാൻ കടന്ന വ്യക്തിയാണ്. ഇപ്പോൾ ഞാൻ 2 കൂട്ടമായി. സ്തോത്രം. അപ്പോ ഈ ആരാധന, ഈ അനുഗ്രഹത്തിനൊന്നും എന്താ ഒരു പഞ്ഞവും ആർക്കും ഇല്ലായിരുന്നു, യാക്കോബിന് ഇല്ലായിരുന്നു. എങ്കിലും യാക്കോബ് പറയാണ്, നീ എന്നെ
അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. സ്തോത്രം. എന്ന് പറഞ്ഞാൽ എനിക്ക് അപ്പന്റെ അനുഗ്രഹമുണ്ട്, അമ്മായിപ്പന്റെ അനുഗ്രഹമുണ്ട്, എനിക്ക് ഭാര്യമാരുണ്ട്, മൃഗസമ്പത്തുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും കർത്താവേ നീ തന്ന അനുഗ്രഹം എന്ന് പറയാൻ എനിക്കൊരു അനുഗ്രഹം ഇല്ല എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഇതെല്ലാം ഞാൻ നേടിയെടുത്തു. എന്ത്? എന്റെ കഴിവുകൊണ്ട്. സ്തോത്രം. എന്റെ പ്രയത്നം കൊണ്ട്. ഞാൻ അപ്പനെ കളിപ്പിച്ചു, ചേട്ടനെ കളിപ്പിച്ചു, അമ്മായിപ്പനെ കളിപ്പിച്ചു. ഞാൻ എന്ത് ചെയ്തു? അമ്മായിപ്പൻ എന്നെ കളിപ്പിച്ചെങ്കിലും അതിലും വലിയ പണി ഞാൻ ആർക്കിട്ട് കൊടുത്തു? അമ്മായിപ്പനിട്ട് കൊടുത്തിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്? ഇങ്ങോട്ട് വന്നേക്കുന്നത്. സ്തോത്രം. അപ്പോ എനിക്ക് എല്ലാം ഉണ്ട്, എല്ലാവരുടെ അനുഗ്രഹമുണ്ട്. എന്നാൽ കർത്താവേ നീ തന്നത് എന്ന് പറയുവാൻ എനിക്കൊരു അനുഗ്രഹം ഇല്ല എന്നാണ് യാക്കോബ് പറയുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുള്ളൂ. സ്തോത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഒറ്റ കാര്യമുള്ളൂ. ദൈവം തരാതെ നമ്മളുടെ ദൃഷ്ടിയിൽ കാണുന്ന അനുഗ്രഹം അതിന് നാം വിശുദ്ധരാകണമെന്നൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ ഈ യാക്കോബിനെ പോലെ സമ്പത്തുണ്ടാകാനും ദാസീദാസന്മാരുണ്ടാകാനും ഭാര്യമാരുണ്ടാകാനും, സ്തോത്രം, നോക്കുക, അനേക ആടുമാടുകൾ ഉണ്ടാകാനും ഭൗതിക അനുഗ്രഹങ്ങൾക്ക് നീ വിശുദ്ധനാകണമെന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ. ഭൗതിക അനുഗ്രഹം ലഭിക്കാൻ ഞാൻ വിശുദ്ധനാകണ്ട. പത്രോസിന് എന്ത് ചെയ്തു? 2 പടക് നിറയെ മീനെ കൊടുത്തു. എപ്പോഴാ? പത്രോസ് പറയാണ്, കർത്താവേ ഞാൻ പാപിയായ വ്യക്തി ആയതുകൊണ്ട് നീ എന്ത് ചെയ്യണം? എന്നെ വിട്ടു പോണം. അപ്പം ഭൗതിക അനുഗ്രഹം നേടണമെങ്കിൽ, നമ്മൾ വിചാരിക്കുന്ന ഭൗതിക നന്മകൾ നേടണമെങ്കിൽ നാം വിശുദ്ധനാകണമെന്നൊന്നുമില്ല. പാപിയായിരുന്നപ്പോഴാ കർത്താവ് ആരെ അനുഗ്രഹിച്ചത്? പത്രോസിനെ അനുഗ്രഹിച്ചത്. സ്തോത്രം. നോക്കുക, അങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന പോലെയാണെങ്കിൽ, സ്തോത്രം, ഈ നമുക്ക് ലഭിച്ചതാണ് അനുഗ്രഹമെങ്കിൽ നമ്മളെ കടലിൽ എത്രയോ ലഭിച്ച അനേകർ കൂടുതലുണ്ട്. ഇവിടെ നമ്മളാണ് ലോകത്തിലെ ഏറ്റവും. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ഭൗതിക നന്മയാണ് ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് വിചാരിച്ചാൽ യാക്കോബിന് വേറൊരു അനുഗ്രഹത്തിന് ആവശ്യമില്ലായിരുന്നു. അത് നോക്ക്, അതിന് വിശുദ്ധിയൊന്നും വേണ്ട. ദൈവം നീതിമാന്മാരുടെ മേലും ദുഷ്ടന്മാരുടെ മേലും മഴ പെയ്യ്ക്കുന്ന കർത്താവാ. അപ്പോ ദൈവം തരുന്ന അനുഗ്രഹവും ഭൗതിക നന്മയും രണ്ടും രണ്ടാ. സ്തോത്രം. നമ്മൾ കർത്താവേ നീ എന്നെ അനുഗ്രഹിക്കണേ. എന്ത് പ്രാർത്ഥനയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? എന്തിനുള്ള പ്രാർത്ഥനയാണ്? കർത്താവേ നീ എന്നെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കും അല്ലേ? എന്തിനുള്ള പ്രാർത്ഥനയാണ്? എന്തെങ്കിലും കിട്ടാനാണോ? അതതിന്റെ സമയമാകുമ്പോൾ കിട്ടിക്കോളും. പ്രൈസ് ദി ലോർഡ്. കർത്താവേ ബൈബിളില് ദൈവവചനത്തില് 9 വിധ ആത്മീക വരങ്ങളെ പറ്റി പറയുന്നുണ്ട്. അതിലൊരു 5 എനിക്ക് കിട്ടണേ എന്ന് എത്ര പേര് പ്രാർത്ഥിക്കാറുണ്ട്? സ്തോത്രം. ആത്മാവിന്റെ ഫലമുണ്ട്, ആ ഫലം എന്നിൽ ഉണ്ടാവണേ എന്ന് എത്ര പേര് എന്ത് ചെയ്യുന്നുണ്ട്? പ്രാർത്ഥിക്കാറുണ്ട്. സ്തോത്രം. നമ്മുടെ അനുഗ്രഹം മുഴുവൻ, സ്തോത്രം, ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലാവും, നമ്മുടെ അനുഗ്രഹം മുഴുവൻ ഭൗതികതയിൽ ഊന്നിയുള്ള അനുഗ്രഹമാണ്. അതല്ല ഇവിടെ യാക്കോബ് പറയുന്നത്. കർത്താവേ ഭൗതികതയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതലുണ്ട്. സ്തോത്രം. എന്നാൽ നീ എന്നെ അനുഗ്രഹിച്ചു എന്ന് പറയുവാൻ ഒരനുഗ്രഹം എനിക്കില്ല. സ്തോത്രം. നമ്മൾ എത്ര പേര് അത് അങ്ങനെ ചിന്തിക്കും? ഹല്ലേലൂയ. ആത്മീയ അനുഗ്രഹത്തിന്റെ കോൺസെപ്റ്റ് ആണ് ഇവിടെ പറയുന്നത്. സ്തോത്രം. ഇനി എപ്പോഴാണ് ഞാൻ ഇതിങ്ങനെ പറഞ്ഞു വരുന്നത് എന്തെന്ന് ചോദിച്ചാൽ, യാക്കോബ് ആരാണ് എന്താണെന്ന് പറഞ്ഞ് യാക്കോബിന്റെ അനുഗ്രഹം എന്താണെന്നാണ് പറഞ്ഞു വരുന്നത്. സ്തോത്രം. ഇനിയും എപ്പോഴാണ് യാക്കോബ് അനുഗ്രഹിക്കപ്പെട്ടത്? സ്തോത്രം. ഞാൻ ഇച്ചിരി വേഗമാണ് പോകുന്നത്, ശ്രദ്ധിച്ചിരിക്കുക. എപ്പോഴാണ് യാക്കോബ് അനുഗ്രഹിക്കപ്പെട്ടത്? സ്തോത്രം. അതിന്റെ 22-22 വാക്യം ഒന്ന് വായിച്ചേ. രാത്രിയിൽ അവൻ എഴുന്നേറ്റു, തന്റെ 2 ഭാര്യമാരെയും 2 ദാസിമാരെയും 11 പുത്രന്മാരെയും കൂട്ടി യാബോക്ക് കടവ് കടന്നു. അങ്ങനെ അവൻ അവരെ കൂട്ടി ആറ്റിനക്കരെ കടത്തി. തനിക്കുള്ളതൊക്കെയും അക്കരെ കടത്തിയ ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു.
എപ്പോഴാണ് യാക്കോബ് അനുഗ്രഹിക്കപ്പെട്ടത് എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. സ്തോത്രം. എന്തുകൊണ്ട് യാക്കോബിന്, ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, യാക്കോബിന് എന്തുകൊണ്ട് ഒരു അനുഗ്രഹം, ദൈവത്തിങ്കിൽ നിന്നുള്ള ഒരു അനുഗ്രഹം വേണ്ടി വന്നു? തനിക്ക് ഇത്രയും എല്ലാം ഉണ്ടായിട്ടും, എല്ലാ ആവശ്യങ്ങളും പുള്ളിയുടെ നിറവേറുമായിട്ടും താൻ സംതൃപ്തനല്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പറയുവാൻ യാക്കോബിന് കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം സംതൃപ്തനായിരുന്നില്ല തന്റെ അനുഗ്രഹത്തില്. അതുകൊണ്ട് ദൈവത്തോട് അദ്ദേഹം പറയാണ്, കർത്താവേ നീ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. സ്തോത്രം. എപ്പോഴാണ് യാക്കോബ് അനുഗ്രഹിക്കപ്പെട്ടത്? നാം ആദ്യം വായിച്ച വാക്യം, ഇപ്പോൾ വായിച്ച വാക്യം, അവൻ തനിയെ ആയപ്പോൾ. സ്തോത്രം. യാക്കോബ് തനിയെ ആയി. എപ്പോ? തനിക്കുള്ളതിനെ എല്ലാം അക്കരെ കടത്തി. സ്തോത്രം. തന്റെ കൂടെ ഉണ്ടായിരുന്ന തന്റെ ഭാര്യമാരെയും തന്റെ ആടുമാടുകളും തന്റെ ദാസീദാസന്മാരെയും തന്റെ ഭൃത്യന്മാരെയും എല്ലാം അക്കരെ കടത്തി താൻ തനിയെ ശേഷിച്ചപ്പോൾ യഹോവ അവനെ അനുഗ്രഹിച്ചു. സ്തോത്രം. യഹോവയുടെ അനുഗ്രഹത്തിന് ചിലപ്പോൾ തനിയെ ശേഷിക്കേണ്ടതായിട്ട് വരും കേട്ടോ. സ്തോത്രം. എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ഇടപാടുകളോടും ഇടപാടുകാരോടും കൂടെ ദൈവം നമ്മെ അനുഗ്രഹിക്കത്തില്ല എന്നാണ് പറയുന്നത്. സ്തോത്രം. യാക്കോബിന്റെ ഭാര്യമാരെ അക്കരെ കടത്തി. ഭാര്യയെ ഉപേക്ഷിക്കണം എന്നുള്ള അർത്ഥത്തിലല്ല അവിടെ പറയുന്നത്, ഭാര്യമാരെയും അക്കരെ കടത്തി. കാരണം എന്താണെന്നറിയുമോ? ഈ ഭാര്യമാരുടെ ഒരുത്തിടയിൽ അപ്പന്റെ വിഗ്രഹങ്ങൾ ഇരിപ്പുണ്ട്. സ്തോത്രം. ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, അനുഗ്രഹം ദൈവത്തിങ്കിൽ നിന്ന് നേടണമെങ്കിൽ, സ്തോത്രം, ചിലതിനെ നാം ഉപേക്ഷിക്കണം. ചിലതിനെ അക്കരെ കടത്തേണ്ടതിനെ നാം എന്ത് ചെയ്യണം? അക്കരെ കടത്തണം. സ്തോത്രം. ചില ഇടപാടുകളോട് നാം എന്ത് ചെയ്യണം? ബൈ പറയണം. ചില ഇടപാടുകാരോടും നാം എന്ത് ചെയ്യണം? ബൈ പറയണം. അങ്ങനെ നാം ഒറ്റയ്ക്ക് ശേഷിക്കുമ്പോൾ, തനിയെ ശേഷിക്കുമ്പോൾ, നാം ദൈവവുമായിട്ടുള്ള ഒരു അടുത്ത ബന്ധത്തിലേക്ക്, മറ്റുള്ള യാതൊരു ഡിസ്റ്റർബൻസും വരാതെ ദൈവവുമായി അടുത്ത ഒരു ബന്ധം നമുക്ക് പുലർത്താൻ കഴിയുകയാണെങ്കിൽ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം നമുക്ക് ലഭിക്കാനിടയായും. യാക്കോബ് തനിയെ ശേഷിച്ചപ്പോൾ. സ്തോത്രം. ഇത് ആദ്യം തനിയെ ശേഷിച്ചപ്പോൾ അനുഗ്രഹിച്ചത് ആദ്യമായിട്ടൊന്നും അല്ല. നമുക്ക് ശൗലിനെ അറിയാം. ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവായ ശൗൽ. സ്തോത്രം. ആ ശൗലും ഭൃത്യനോട് തന്റെ അപ്പന്റെ നഷ്ടപ്പെട്ടു പോയ കഴുതകളെ അന്വേഷിച്ച് നടക്കുമ്പോൾ ശൗലിനോട് പറയാണ്, ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് അറിയിക്കേണ്ടതിന് നീ അല്പം നിൽക്ക. ഭൃത്യനെ മുമ്പോട്ട് പറഞ്ഞു വിടുക. ആ ഭാഗം നമ്മൾ വീട്ടിൽ പോയി വായിക്കണം. സ്തോത്രം. ഭൃത്യനെ മുൻപോട്ട് പറഞ്ഞു വിടുക. നീ അല്പം അവിടെ എന്ത് ചെയ്യണം? നിൽക്കണം. നീ തനിയെ എന്ത് ചെയ്യണം? ശേഷിക്കണം. ഇനി ഒരു കാര്യം മനസ്സിലാക്കുക പ്രിയമുള്ളവരെ, ഈ ശമൂവേൽ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ ഈ പട്ടണത്തിൽ ഉണ്ടെന്ന് ശൗലിന് പരിചയപ്പെടുത്തി കൊടുത്തത് ആരാ? തന്റെ ഭൃത്യനാ. അപ്പന്റെ കഴുതകളെ അന്വേഷിച്ച് നടക്കുമ്പോൾ ഇങ്ങനെ ഒരു ദൈവദാസൻ ഈ പട്ടണത്തിൽ ഉണ്ടെന്ന് ശൗലിന് അറിയില്ല. അപ്പോ ശൗലിന് അറിയാത്തപ്പോൾ ഭൃത്യൻ പറഞ്ഞു, ഇനി നമുക്കിനി അപ്പൻ നമ്മളെ അന്വേഷിച്ച് നടക്കുകയായിരിക്കും, അതുകൊണ്ട് തിരിച്ച് വീട്ടിൽ പോവാമെന്ന് ഈ ശൗൽ തന്റെ ഭൃത്യനോട് പറഞ്ഞപ്പോൾ ഭൃത്യൻ പറയാണ്, ഇവിടെ ഒരു ദൈവദാസനുണ്ട്, ഒരു ദൈവത്തിന്റെ പുരോഹിതനുണ്ട്, നമുക്ക് അദ്ദേഹത്തെ ഒന്ന് കാണാം. അന്നേരം ശൗൽ പറയാണ്, അയ്യോ, നമ്മൾ ദൈവത്തിന്റെ പുരോഹിതനെ കാണാൻ പോയാൽ എന്റെ കയ്യിൽ ഒന്നുമില്ല, എന്തെങ്കിലും കൊടുക്കട്ടെ? കൊടുക്കാൻ എന്റെ കയ്യിലൊന്നുമില്ല. അന്നേരം ഈ ഭൃത്യം പറഞ്ഞ്, എന്റെ അടുത്ത് 1/4 ശേക്കൽ വെള്ളിയുണ്ട്, 1/4 ശേക്കലുണ്ട്, അത് നമുക്ക് കൊടുക്കാം എന്ന് പറഞ്ഞാല് ഈ ഭൃത്യനെ നോക്കുക, ദൈവദാസനെ കാണുവാൻ പൈസയും കൊടുത്ത് കൊണ്ടുപോയി. തന്റെ യജമാനനെ ആര് കൊണ്ടുപോയി? ശൗലിനെ ഈ ഭൃത്യൻ കൊണ്ടുപോയിട്ട് തിരിച്ചു പോകുമ്പോൾ ശൗലിനോട് പറഞ്ഞാണ്, നിന്റെ ഭൃത്യനെ നീ മുമ്പോട്ട് വിട്ടിട്ട് നീ അല്പം നിൽക്കാൻ. എന്തിനു വേണ്ടി? ദൈവത്തിന്റെ ആലോചന നിന്നോട് അറിയിക്കാൻ. ദൈവം നിന്നെ അഭിഷേകം ചെയ്യാൻ പോവുകയാണ്. സ്തോത്രം. അതിനുവേണ്ടി നീ തനിയെ ഒന്ന് ശേഷിക്കണം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ശൗലിന്റെ കംഫോർട്ട് സോണ ഈ സെർവന്റ് എന്ന് പറയുന്നത്. സ്തോത്രം. ഈ കംഫോർട്ട് സോണിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ദൈവത്തിന്റെ അനുഗ്രഹം നേടിയെടുക്കാൻ പറ്റത്തില്ല. നിന്റെ കംഫോർട്ട് സോണിനെ നീ വിട്ട് പുറത്തിറങ്ങണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ?
ചിലത് നമുക്ക് കംഫർട്ടാണെന്ന് തോന്നും, ചില സംഗതികളിൽ നമ്മൾ ഓക്കെ ആണെന്ന് നമുക്ക് തോന്നും. എന്നാൽ ദൈവത്തിന്റെ അനുഗ്രഹം വേണമെങ്കിൽ നീ അതിന് പുറത്തിറങ്ങണം. ഹല്ലേലൂയ. പറയുന്നത് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടല്ലോ. സ്തോത്രം. ഈ ഭൃത്യൻ ശൗലിന്റെ കംഫർട്ട് സോണ. എന്നാൽ അവിടുന്ന് പുറത്തിറങ്ങേണ്ടതായിട്ട് വന്നു. ശൗൽ തനിയെ ശേഷിക്കേണ്ടതായിട്ട് വന്നു. എന്തിനു വേണ്ടി? ദൈവത്തിന്റെ അനുഗ്രഹം നേടുന്നതിന് വേണ്ടി. സ്തോത്രം. ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, പലപ്പോഴും ദൈവത്തിന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കണമെങ്കിൽ നാം എന്തായിരിക്കണം? തനിയെ ശേഷിക്കേണ്ടതായിട്ട് വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ തനിയെ ശേഷിക്കുന്ന ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ പ്രിയമുള്ളവരെ? അങ്ങനെ തനിയെ ശേഷിക്കുന്ന ഒരു സമയമുണ്ടെങ്കിൽ എനിക്കുള്ളതിനെയെല്ലാം അക്കരെ കടത്തി. സ്തോത്രം. എന്ന് പറഞ്ഞാൽ എനിക്കുള്ളതല്ല എന്റെ പ്രാധാന്യം. സ്തോത്രം. എനിക്ക് എന്തെല്ലാം കിട്ടിയെന്നുള്ളതല്ല ആ വിഷയം. ഹല്ലേലൂയ. എനിക്ക് ആരൊക്കെ എന്നോട് കൂടെ ഉണ്ട് എന്നുള്ളതല്ല വിഷയം. ഞാൻ തനിയെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, തനിയെ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാൻ നാം ഒരുക്കമാണോ? കൂട്ടായ്മയുടെ വിഷയത്തെ ഇത് കുറച്ച് കാണിക്കുകയല്ല ചെയ്യുന്നത്. സ്തോത്രം. എന്ന് ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്. ഹല്ലേലൂയ. നോക്കുക, ചില സോണുകളിൽ നമ്മൾ കംഫർട്ടാണെന്ന് നമ്മൾ തോന്നും. ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിൽ നാം കംഫർട്ടാണെന്ന് നമുക്ക് തോന്നും. നമ്മുടെ സമൂഹത്തിൽ നാം കംഫർട്ടാണെന്ന് തോന്നും. നമ്മുടെ ജോലിയിൽ നാം കംഫർട്ടാണെന്ന് തോന്നും. എന്നാൽ അവിടെ വെച്ച് ദൈവത്തിന് അരുളപ്പാട് നമ്മളോട് അറിയിക്കാൻ കഴിയത്തില്ല. അവിടെ നിന്ന് നീ പുറത്ത് കിടക്കണം. വിടേണ്ടതിന് ചിലതിനെ വിടണം. ഹല്ലേലൂയ. പിടിക്കേണ്ടതിന് ചിലതിനെ പിടിച്ചുകൊള്ളണം. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ ദൈവത്തിന്റെ അനുഗ്രഹം നമ്മിലേക്ക് വ്യാപരിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഇനിയും മറ്റൊരു കാര്യം കൂടെ നോക്കാം. യേശു പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. അല്ലേ? യേശു പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. യേശു 12 ശിഷ്യന്മാരെ എന്ത് ചെയ്തിരുന്നു? തെരഞ്ഞെടുത്തത് തന്നോടുകൂടെ ഇരിപ്പാനും വചനം പ്രസംഗിപ്പാനും ഭൂതങ്ങളെ പുറത്താക്കാനും. അല്ലേ? എന്നാൽ യേശു പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ഇവരെ വല്ലതും കൊണ്ടുപോയോ? ആകെ 2 പ്രാവശ്യമേ കൊണ്ടുപോയിട്ടുള്ളൂ. ആ 2 പ്രാവശ്യം ഇവർ കിടന്ന് എന്ത് ചെയ്തു? ഉറങ്ങി. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്? തനിയെ, 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 തനിയെ. യേശു തനിയെ പ്രാർത്ഥിപ്പാൻ എന്ത് ചെയ്തു? മലയിലേക്ക് കയറിപ്പോയി. എന്ന് പറഞ്ഞാൽ നോക്കുക, വ്യക്തിപരമായിട്ട്. സ്തോത്രം. അനുഗ്രഹം, ദൈവത്തിന്റെ അനുഗ്രഹം നിനക്ക് നേടണമെങ്കിൽ സ്തോത്രം വ്യക്തിപരമായിട്ട് ദൈവവുമായിട്ടൊരു ബന്ധം വേണം. പ്രൈസ് ദി ലോർഡ്. വ്യക്തിപരമായിട്ട് ദൈവവുമായിട്ടൊരു കൂട്ടായ്മ വേണം. ദൈവവുമായിട്ടൊരു അടുപ്പം വേണം പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. നമ്മൾ കൂട്ടത്തിൽ പാടുന്നവരായിട്ട് മാത്രമാവരുത്. സ്തോത്രം. വ്യക്തിപരമായിട്ട് ദൈവവുമായിട്ടൊരു ബന്ധം. യാക്കോബ് തനിയെ ശേഷിച്ചു. തനിക്കുള്ളതിനെയെല്ലാം അക്കരെ കടത്തി. യാക്കോബ് തനിയെ ശേഷിച്ചു. ഹല്ലേലൂയ. അങ്ങനെ യാക്കോബ് തനിയെ ശേഷിച്ചപ്പോൾ സ്തോത്രം അവനെ ദൈവം അനുഗ്രഹിച്ചു. ഈ ശിഷ്യന്മാര്, ഞാൻ യേശുവിന്റെ ശിഷ്യന്മാരുടെ കാര്യം പറഞ്ഞല്ലോ. സ്തോത്രം. അവര് 12 പേര് ഒന്നിച്ച് കർത്താവ് ഒരിക്കലും കൊണ്ടുപോയിട്ടില്ല. 12 പേരെ ഒന്നിച്ച് ഒരു പരിപാടി എന്ത് ചെയ്തിട്ടില്ല. കാരണം എന്നാണെന്നറിയോ? ഇവരുടെ മനസ്സിലിരിപ്പ് എന്താ? ആരാ വലിയവൻ? ഞങ്ങളിൽ ആരാ വലിയവൻ? ഹല്ലേലൂയ. അതിന് ഏറ്റവും വലിയ ചിന്ത ഞാൻ ഇതിനു മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. യേശു കാല് കഴുകി. അല്ലേ? യേശു കാല് കഴുകി. അവരാരും കാൽ കഴുകാൻ എന്ത് ചെയ്തില്ല? തുനിഞ്ഞില്ല. കാരണം അവരുടെ ഉള്ളിലെ ചിന്ത ഞങ്ങളിൽ ആരാ വലിയവൻ. സ്തോത്രം. ഈ ചിന്ത ഉള്ളതുകൊണ്ടാണ് യേശു അവരെ കൂട്ടി എന്ത് ചെയ്തത്? പോകാതിരുന്നത്. എല്ലാരെയും കൂട്ടി പോകാനൊന്നും പറ്റത്തില്ലെന്ന് എല്ലായിടത്തും. സ്തോത്രം. ഞാൻ പറഞ്ഞു വരുന്നതാണ്, എല്ലാരെയും എല്ലായിടത്തും കൂട്ടി പോകാൻ ഇവരെ ആകെ ഒന്നിച്ച് ഞങ്ങൾ എന്ന് പറഞ്ഞത് ആകെ ഒറ്റ പ്രാവശ്യമുള്ളൂ. കർത്താവേ, നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് മനസ്താപമില്ലയോ, ദുഃഖമില്ലയോ? എവിടെ?
കാറ്റ് പ്രതികൂലമാവുന്നു, തിരകളാൽ വലഞ്ഞ് ഇരിക്കുമ്പോൾ അവർ ഒന്നിച്ച് നിലവിളിച്ചു. സ്വന്തം എല്ലാവർക്കും ഒരുപോലെ അപകടം വന്നപ്പോൾ ഒന്നിച്ച് ഞങ്ങൾ എന്ന് പറഞ്ഞു. എന്നാൽ പത്രോസ് വെള്ളത്തിൽ ചാടി, അല്ലേ, കർത്താവിന്റെ അടുക്കലേക്ക് നടന്നു. ആര് നിലവിളിച്ചെന്ന് അവിടെ പറഞ്ഞത്? പത്രോസ് നിലവിളിച്ചെന്നാ പറഞ്ഞത്, അല്ലേ? നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് ഒരു അപകടം വരികയാണെങ്കിൽ നമ്മൾ നിലവിളിക്കുമോ? നമ്മൾ നിലവിളിക്കുമോ? അല്ലേ? ശിഷ്യന്മാർ ഒറ്റ ഒന്ന് നിലവിളിച്ചോ? ദൈവജനത്തിൽ പറയുന്നില്ല, ബൈബിളിൽ പറയുന്നില്ല ശിഷ്യന്മാർ നിലവിളിച്ചത്. നീ ഞങ്ങൾക്ക് മുമ്പ് ഇറങ്ങി, നീ വെള്ളത്തിൽ കൂടെ നടന്നതല്ലേ, നീ അനുഭവിച്ചോ എന്നുള്ള അവരുടെ ചിന്ത. സ്തോത്രം. ആരാ വലിയവനാകാൻ ഇറങ്ങി തിരിച്ചതല്ലേ, നീ അനുഭവിച്ചോ? സ്തോത്രം. ഞാൻ പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചാൽ, ഈ ശിഷ്യന്മാരെ ഒരിക്കലും എന്ത് ചെയ്തില്ല കർത്താവ് ഒന്നിച്ച് കൂട്ടിക്കൊണ്ട് എങ്ങും പോയിട്ടില്ല. ഇവരുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്തയുള്ളത് കൊണ്ട്, അതുകൊണ്ടാണ് കർത്താവ് തനിയെ എന്ത് ചെയ്തത്, കയറിപ്പോയത്. സ്തോത്രം. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ സ്തോത്രം, ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു അനുഗ്രഹം നമുക്ക് നേടണമെങ്കിൽ, സ്തോത്രം, ദൈവത്തിന്റെ അനുഗ്രഹം നമുക്ക് വേണമെങ്കിൽ, സ്തോത്രം, നാം തനിയെ ശേഷിക്കേണ്ടതായ ചില സമയങ്ങളുണ്ട്. സ്തോത്രം. നമുക്കുള്ളതിനെ എല്ലാം വിട്ടുകളയേണ്ട ചില സമയങ്ങളുണ്ട്. നമുക്കുള്ളതിന്റെ എല്ലാ ഇടപാടുകളോടും ബൈ പറയേണ്ട ഒരു സമയമുണ്ട്. നമ്മുടെ ഇടപാടുകാരോടും നമ്മൾ എന്ത് ചെയ്യണം, ഒരു സലാം പറയേണ്ട, ഒരു ബൈ പറയേണ്ട സമയമുണ്ട്. അങ്ങനെയാണെങ്കിൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. സ്തോത്രം. യാക്കോബ് തനിയെ ശേഷിച്ചപ്പോൾ ദൈവം അവനെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. ഇനി രണ്ടാമത് 32ന്റെ 25 വാക്യം ഒന്ന് വായിച്ചേ. അവനെ ജയിക്കയില്ല എന്ന് കണ്ടപ്പോൾ അവൻ അവന്റെ തുടയുടെ തടം തൊട്ടു. ദൂതൻ അവന്റെ തുടയുടെ തടം തൊട്ടു. അവനെ ജയിക്കയില്ല എന്ന് കണ്ടപ്പോൾ തുടയുടെ തടം തൊട്ടു. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഈ ഭാഗം നാളെ അടുത്ത ആഴ്ച പ്രസംഗിക്കാം, കാരണം ഇത് തീരുകയില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഈ ഭാഗം അടുത്ത ആഴ്ചത്തേക്ക് ഞാൻ മാറ്റിവെക്കുകയാണ്. സ്തോത്രം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവകരങ്ങളെ നമ്മളെ തന്നെ നമുക്ക് ഏൽപ്പിക്കാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.